ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇരുപത്തേഴാവിൻ്റെ അന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പച്ചരി വെള്ളത്തിലോട്ട് വെച്ച് അതൊന്ന് അരച്ച് വെച്ചതാണ് ഇട്ടത്. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു ഏലക്കയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും പിന്നെ അതിലേക്ക് ഞാനിവിടെ ഒരു 3 വെല്ലം ഉരുക്കിക്കാണ്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 വെല്ലം എന്ന് പറഞ്ഞാൽ 3 ശർക്കര ഇട്ടെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല മധുരം ഉണ്ടായിരുന്നു. അത് ഉരുക്കിക്കാണ്ട് ആ ചൂടോട് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കണ്ട് ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടെ ഒഴിച്ചുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മാവ് വേവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാണ്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പഴംപൊരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളപ്പണ്ണിട്ട് ഉണ്ടാക്കുന്നത് അതിനും കൂടി മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവ് ഞാൻ പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്തുകൊണ്ടാണ് വെള്ളപ്പത്തിന് അരച്ച് വെച്ചിട്ടുള്ളത്. വേറെ സോഡ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതുപോലെ പഴംപൊരിയും ഞാൻ മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കണ്ട് മാവ് കുഴച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് അയക്കറേന് കേട്ടോ. അപ്പോൾ നീക്ക മുറിച്ചിങ്ങാണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വയ്യാത്ത കാരണം കേട്ടോ. വയ്യാത്ത ചില തലവേദനക്കൊക്കെ കുറവുണ്ട്. പക്ഷേ ഗുളിക കുടിച്ചാൽ നല്ല ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്താഴത്തിന് ഗുളിക കുടിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അയക്കറ എന്ന് പറഞ്ഞാൽ വലിയതല്ല, എന്നാലും അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മുറിച്ചിക്കാണ്ട് കൊടുന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു മുളക് കറിയാണ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുളക് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മീനായിട്ട് അപ്പോൾ അതിക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് ഉലുവ പൊട്ടിച്ചിങ്ങാണ്ടാണ് ഞാൻ പച്ചമുളകൊക്കെ ഇട്ടെടുത്തിട്ടുള്ളത്. അതിക്ക് കറിവേപ്പിലയും പിന്നെ കുറച്ച് സവാള മാത്രം ഇട്ടെടുത്തിട്ടുള്ളൂ. അതൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ 2 തക്കാളി വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വഴഞ്ഞ് വന്നതിന് ശേഷം അതിക്ക് പൊടികളൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്തുങ്ങാണ്ട് അതിക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടിരുന്ന അപ്പോൾ നല്ലൊരു ചുവപ്പ് കളറാണ്. അപ്പോൾ ആ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തുങ്ങാണ്ട് ഇതാ പാകത്തിന് വെള്ളമാക്കിയിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മീനിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ വൈകുന്നേരം സമയത്ത് ഇതൊക്കെ പെട്ടെന്ന് കഴിയണ്ടേ എന്നുള്ള വിചാരമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടൊക്കെ ആയിട്ട് അന്ന് അടുക്കളയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വൈകുന്നേരം അതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ കിടന്നിട്ടോ. അപ്പോൾ കറിയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഞാനിവിടെ തലയും വാലും ഒക്കെ ചേർത്ത് ഒരു 2 കഷ്ണം കൂടിയൊക്കെ ചേർത്തുകൊണ്ടതാ കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരടുപ്പത്തൊന്ന് ചെയ്യാണ്. അപ്പോൾ അതാ നമ്മൾ വെള്ളപ്പം ഇനി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളപ്പത്തിൽ ഞാനൊന്നും ചേർത്തിട്ടൊന്നുമില്ല എന്നല്ല, 1 ടീസ്പൂണ് തൈര് ചേർത്തിരുന്നു കേട്ടോ, പുളി കുറഞ്ഞ. പിന്നെ ഡോക്ടർ തൈരൊക്കെ എല്ലാം കൂട്ടാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈരും കൂടി ദോശയിൽ ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ ദോശയൊക്കെ ഉഷാറായി കിട്ടിയിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പായിട്ടത് അരച്ച് വെച്ചിട്ടുള്ളൂ. ഒരു 10-12 മണിയാകുമ്പോഴാട്ടത് അരച്ച് വെച്ചത്. അപ്പോൾ വൈകുന്നേരമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ. അപ്പോൾ എൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പൊടി പോലെ ഇങ്ങനെ കാണൂലേ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ പിന്നെ ഉഷാറായി. അപ്പോൾ അതൊക്കെ അതാണ് പോയിട്ടോ. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചെറ്റിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇത് പൊങ്ങിയിട്ട് കണ്ട് ഒരു കുത്ത് പോലെ കണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ മൂടിയൊക്കെയാണ്. പിന്നെ അത് വെന്തതിന് ശേഷം ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു പൊടി പോലെ ഇങ്ങനെ കണ്ട് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പച്ചരി ഏതായാലും വെള്ളത്തിലിട്ടല്ലേ വെച്ചിട്ട് പിന്നെ മാവ് നണ്ട് അരച്ച് വെച്ചതായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് പച്ചരി പിന്നെ ഉഴുന്നെന്ന് പറയാൻ കേട്ടോ 1 ടീസ്പൂൺ ഉഴുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് അപ്പമൊക്കെ റെഡിയാക്കിയാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കുക്കറിൽ ഇവിടെ കലത്തപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിക്ക് ആദ്യമൊക്കെ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് മാറ്റിയെടുത്തുങ്ങാണ്ട് പിന്നെ ഇതാ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഒന്നും മൂപ്പിച്ചെടുക്കാനുണ്ടോ. അപ്പോൾ അതൊക്കെ നല്ല കോരി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളി മൂപ്പിച്ചതൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇതാ മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ നമ്മൾ മൂടി വെച്ച് കൊടുത്തുങ്ങാണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു പാൻ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. പാനൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് വെച്ച് കൊടുത്തിട്ട് ഒരു 40 മിനിറ്റ് നേരം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ
നമ്മളെ കലത്തപ്പമൊക്കെ റെഡി ആയിക്കണ്. പിന്നെ നമ്മൾ ഒന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആവിയൊക്കെ പൊങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചുകാണ്ട് പിന്നെ വേറെ എന്തോ പണിക്ക് പോയി നിന്നിട്ട് അപ്പോൾ ആവിയൊക്കെ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്തുകാണ്ട് ഇതുപോലെ പാത്രത്തിൽ കൂട്ടി. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വിട്ട് വന്നു ഇങ്ങനെ ഇട്ടാ ഒന്നും കാട്ടാനുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിതിൽ കൊട്ടെടുത്തപ്പോൾ ചെറുതായിട്ടൊക്കെ അടിയൊന്ന് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും വല്ലാതെ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കഴിക്കാനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ വേറെ പ്ലേറ്റ് വെച്ച് കണ്ടായിക്കൊന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ വശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തും ഉള്ളി ഇതൊക്കെ ഇട്ട കാരണം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ സംഭവം. അപ്പം ഞാനിതിലേക്ക് ചോറൊക്കെ ചേർത്ത കാരണം എന്തുകൊണ്ട് ഇത്രയും സോഫ്റ്റായിട്ട് ഇരിക്കണം. അപ്പോൾ നല്ല ആരെടുത്തിങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇത് അരക്കണ സമയത്ത് പച്ചരി അരക്കണ സമയത്ത് നന്നായിട്ട് അരയണം. അപ്പോൾ അതാണ് ഇതുപോലെ സോഫ്റ്റ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് മാവ് കൂട്ടിയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് അട്ടത് ഉണ്ടാക്കിക്കണത്. അപ്പം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കട്ടോ ഞാൻ. അപ്പോൾ സമയമായിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതല്ലേ ഞാനിവിടെ മുറിച്ച് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് റെഡി ആയതിന് ശേഷം നമ്മളിത് മറ്റടുപ്പത്ത് മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പഴംപൊരിയും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ പഴംപൊരി ഇതാ മാവൊക്കെ ഞാൻ എടുത്തിട്ട് ഇതിൽ ഞാൻ അപ്പസോഡ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കലത്തപ്പത്തിൽ കുറച്ച് അപ്പസോഡ ചേർത്തിരുന്നു. അപ്പോൾ ഇനി അത് ആയിരം വരാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ചേർത്ത് കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ ആവുന്നതും ചേർക്കലില്ല, കുട്ടികളൊക്കെ കഴിക്കുന്നതല്ല, ഇനി വരണം ഒരു ഇത് വേണ്ട വെച്ചിട്ട്. അപ്പോൾ ഇത് മാവൊക്കെ അധികം കൂട്ടി വെച്ച കാരണം അത്യാവശ്യമൊക്കെ പൊങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പഴംപൊരിയും കൂടി ഉണ്ടാക്കണത് ചിലപ്പം കുട്ടികൾക്ക് ഇനി കാലത്തപ്പം ഇനി അധികം കഴിക്കാതിരിക്കും. അപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കൂട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഴംപൊരിയും കൂടി ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ മധുരമുള്ളത് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നോമ്പറക്കണ സമയത്ത് ഈ മധുരമുള്ളത് തന്നെയാണ് ഉണ്ടാക്കിയാണ്, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ടോ. പിന്നെ നമുക്ക് 26 ഒക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ മധുരമുള്ളത് തന്നെയല്ലേ എല്ലാവരും ഉണ്ടാക്കലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ നോമ്പൊക്കെ വന്നതിന് ശേഷം പഴംപൊരി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് മധുരമുള്ളതിന് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് കാര്യമില്ല, ഞാനങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ അതാ പഴംപൊരിയൊക്കെ ഞാനിവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങിക്കൊടുത്തപ്പോഴത്തേലും ഒന്ന് ടേബിൾമേൽ സെറ്റാക്കി പാലും കുറച്ച് കൂവപ്പൊടിയും കൂടി തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തനുണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് പലഹാരങ്ങളൊക്കെ നമുക്ക് മൂത്തച്ഛകളൊക്കെ ആയിട്ട് കൊടുന്നു തന്നത് തന്നെ കേട്ടോ. അപ്പോൾ കൂവപ്പൊടിയും പാലും കൂടി അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ചൂടിന് ക്ഷീണത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മൂത്രക്കല്ലിൻ്റെ സുഖത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാ തണ്ണിമത്തനില്ലാതെ നമുക്കൊരു നോമ്പ് തുറയില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.